എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിൻറ്റു ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറയാൻ ഇന്നിവിടെ വരുന്നത്? ഓസ്ട്രേലിയ എന്തുകൊണ്ടാണ് ആൾക്കാരുടെ ഒരു ഫേവററ്റ് ഡെസ്റ്റിനേഷൻ ആകുന്നത്? കാരണം ഡിസംബർ 20 ഇന്ന്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും തണുത്ത് ക്രിസ്മസിൻ്റെ ആ ഒരു തണുത്ത് ഒരു കോൾഡ് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മളിവിടെ വാം ക്രിസ്മസ് ആണ് ഇവിടെ നമുക്കുള്ളത്. കാരണം ഇന്ന് രാവിലെ 8 മണി ആയതുള്ളൂ, പക്ഷേ നല്ല വെയിലാണ്, ചൂടാണ്. അപ്പം നമ്മുടെ മലയാളികൾക്ക് പൊതുവേ ചൂടുള്ള ക്ലൈമറ്റിനോടാണ് നമുക്ക് താല്പര്യം. കാരണം നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തെ ചൂടും പിന്നെ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോഴും അവിടെയും ചൂടും. അപ്പം തണുപ്പിനെക്കാട്ടിൽ ഒന്നുകൂടെ ഒരു ആഗ്രഹം എല്ലാവർക്കും ചൂടുള്ള സമയത്ത് നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന എനിക്കൊന്ന് കൂടുതൽ ചൂടുമായിട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഓസ്ട്രേലിയയിലോട്ട് എല്ലാവരും വരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു താല്പര്യം വരുന്നത് ഈ വെതർ കൊണ്ട് തന്നെയാണ്. പക്ഷെ അതേ സെയിം ടൈമിൽ ഒരു പ്രോബ്ലം ഉള്ളത്, ചലഞ്ചിങ് പാർട്ടെന്ന് പറയുന്നത് ഏത് ഒക്കുപ്പേഷനിലും അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ വരാനും ഏറ്റവും ഡിഫിക്കൽട്ടാണ്. ഏത് കൺട്രിയിൽ വരാനും UK, കാനഡ, US അങ്ങനെയുള്ള ഏത് കൺട്രിയിലോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്താലും അതിനേക്കാട്ടിലെല്ലാം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഉള്ളൊരു പ്രോസസ്സാണ് ഇവിടെ ഉള്ളത്. കാരണം ഇതൊരു ഐലൻഡാണ്. ഐലൻഡ് ആകുമ്പോൾ അറിയാമല്ലോ, വേറെ ഒരു കൺട്രി ആയിട്ടും ഇവർക്കൊരു ലാൻഡ് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് ഇല്ലീഗലായിട്ട് നമുക്കിവിടെ വരാനേ പറ്റത്തില്ല. അതും വരണമെന്നുണ്ടെങ്കിൽ ബോട്ടയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം ഒത്തിരി ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ഐലൻഡാണല്ലോ. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്ലെയിനിലേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ്റിന് വളരെ സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇവർക്ക് തീരുമാനിക്കാം ആരിവിടെ വരണം, എത്ര പേര് അടുത്ത വർഷം ഇവിടെ വരണം, എത്ര ടെക്നീഷ്യൻസ് വരണം, എത്ര എഞ്ചിനീയേഴ്സ് വരണം, എത്ര ഡോക്ടേഴ്സ് വരണം, ഇവർക്ക് തീരുമാനിക്കാം. ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റിനകത്തുള്ള ആൾക്കാർക്ക് ഇത്ര വർഷം ഇത്ര പേർക്ക് കൊടുക്കാം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ഇവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവരിവിടെ വർക്ക് ചെയ്യും, യങ്ങായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർ ടാക്സ് ഗവൺമെൻറ്റിന് ബെനിഫിറ്റ്. അപ്പോൾ അതാണ് കൺട്രിയുടെ ഒരു സ്ട്രക്ചർ, അങ്ങനെയാണ് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം ഈ ഓസ്ട്രേലിയയിൽ നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ബിഹേവിയറാണ്. ഇതൊരു ജെൻറ്റിൽമാൻസ് കൺട്രി എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും തന്നെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് എല്ലാവരുടെ സൈഡിൽ നിന്നുള്ളത്. ഒരു സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും റിലാക്സ്ഡ്, ഈസി ഗോയിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഐലൻഡ് ആകുമ്പം ഐലൻഡിലെ ഒരു കൾച്ചർ നമുക്കറിയാമല്ലോ. നമ്മൾ വേൾഡിൽ എവിടെ പോയാലും ഐലൻഡിൽ താമസിക്കുന്നവരെല്ലാവരും ഇച്ചിരി ഈസി ഗോയിങ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ഓസ്ട്രേലിയ പണ്ട് തൊട്ടേ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരുടെ ബിൽഡ് ചെയ്തൊരു രാജ്യമായതുകൊണ്ട് ഇപ്പം ഞങ്ങളും എല്ലാവരും അങ്ങനെ നമ്മളെല്ലാവരും വന്ന് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണല്ലോ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറേ നാൾ കഴിയുമ്പം നമ്മൾ നാച്ചുറലി നമ്മൾ ഇവിടുത്തെ ലൈഫുമായിട്ട് അഡാപ്റ്റഡായി നമ്മളൊരു ഈസി ഗോയിങ് വേയിലോട്ട് പോകും. കാരണം നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുക, ഇതിനെല്ലാം ഒത്തിരി എല്ലാത്തിനും പുറകെ പോയി ആ ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരുടെ ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് നമ്മളും സാവകാശം വരും. അപ്പം ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഞാനിപ്പോൾ ഒരു വീഡിയോ പറയുന്നത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഓസ്ട്രേലിയയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ അറിയാം. പക്ഷേ ഈ മൈഗ്രേഷൻ പാത്വേയിൽ അപ്പം നിങ്ങൾ ഇങ്ങോട്ട് എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് നോക്കുമ്പോൾ മൈഗ്രേഷൻ പാത്വേയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറ്റും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്റ്റഡീസിന് വരാനായിട്ടാണെന്നുള്ളവർക്ക്. ഇപ്പോൾ സ്റ്റഡീസിന് വരുന്നവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PR എവൻച്വലി നിങ്ങൾക്ക് കിട്ടും. കാരണം ഇവിടെ വന്ന് സ്റ്റഡീസ് കഴിഞ്ഞു, അതിൻ്റെ 3 വർഷത്തെ ടെമ്പററി ഗ്രാജുവേറ്റ് വിസ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഒബിയസ്ലി നിങ്ങൾക്ക് PR-ലോട്ട് തന്നെ നിങ്ങൾ എത്തും, എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. അതല്ല, നാട്ടിൽ സ്റ്റഡീസ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും ഇങ്ങോട്ട് PR-ന് വരാൻ പറ്റും വിത്ത് പ്രോപ്പർ എക്സ്പീരിയൻസും നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസും യങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ണർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസും അവരുടെ ആ ഒക്കുപ്പേഷനൊക്കെ അനുസരിച്ച് നമുക്ക് പോയിന്റ് ഡിറ്റർമിൻ ചെയ്ത് ഇവിടെ അപ്ലൈ ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഒരു റോളെന്ന് പറയുന്നത് ഇപ്പം കറക്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ജെന്യുവനായിട്ടും അപ്ഫ്രണ്ടായിട്ടുമുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് ഓസ്ട്രേലിയയിലോട്ടുള്ള അവരുടെ മൈഗ്രേഷൻ ട്രാൻസിഷൻ സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അനാവശ്യമായിട്ടുള്ള വേറെ റിക്രൂട്ടിങ്ങോ വേറെ ഒരു ജോബ് ഓഫേഴ്സോ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ കെയർ വിസ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ആ ജോലി ഈ ജോലി അങ്ങനെയുള്ള ഒരു കാര്യമില്ല. സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓസ്ട്രേലിയ എപ്പോഴും ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ആ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏതൊക്കെ രീതിയിൽ അവരുടെ പോയിന്റ് കൂട്ടി അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അവരുടെ ആപ്ലിക്കേഷൻസ് ഓസ്ട്രേലിയയിലെ PR-ലോട്ട് വെക്കാൻ പറ്റും എന്നുള്ള ഒരു ട്രാൻസിഷൻ സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ജോലി എന്ന് പറയുന്നത്, ഞങ്ങളുടെ അപ്രൈറ്റ് മൈഗ്രേഷൻസ്. നന്ദി, നമസ്കാരം.